ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പം നമ്മളിന്ന് നോമ്പ് തുറക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്കാണ് നോമ്പ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ അനുക്കാക്ക് ഓട്ടം ഉണ്ടായിരുന്ന, ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 6 മണിയായി. 6 മണിയായി. നമ്മൾ അനുക്ക കുളിച്ച് ഇറങ്ങുമ്പോഴേക്കും ഒരു 6:30 6:30 6:45 ബാങ്ക് കൊടുക്കും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വണ്ടിയിൽ നിന്നാണ് നോമ്പ് തുറക്കേണ്ടത് എന്ന് തീരുമാനമായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. പിന്നെ അനുക്കൊരു ഫ്രൂട്ടി വാങ്ങി. പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ നമ്മൾ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. കാരണം എൻ്റെ ഉപ്പച്ചിക്ക് ഫ്രൂട്ട്സ് കച്ചവടമാണ്, അതുകൊണ്ട് അതൊന്നും വാങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താക്കി, ഒരു വത്തക്ക മാത്രം. വത്തക്ക ഫ്രൂട്ട്സ് അല്ലേന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ വത്തക്ക എങ്ങനെയായാലും ചിലവാകുമല്ലോ ജ്യൂസ് അടിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ. അപ്പോൾ വത്തക്ക വാങ്ങി നമ്മൾ. പിന്നെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ബോക്സും വാങ്ങിട്ടോ. അപ്പോൾ എനിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ടി കൊണ്ടു തന്നതാട്ടോ. അപ്പം അങ്ങനെ നമ്മളെന്താക്കി, അവിടുന്ന് സാധനം വാങ്ങി ജസ്റ്റ് ഒന്ന് തിരിയുന്ന നേരം കൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തു. അപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാൻ അടുത്തിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ബാങ്ക് കൊടുത്തു. നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ നോമ്പ് തുറന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഉമ്മച്ചി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എത്തിയോ വെച്ചിട്ട്. ഞാനും അനുക്കയും പിന്നെ ഉമ്മച്ചീൻ്റെ ഏട്ടത്തിയും ഉമ്മച്ചീൻ്റെ ഉമ്മയും മാത്രമാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ളത്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ എന്തൊക്കെനാ, നേരം പോയി. നമ്മൾ വണ്ടിയിൽ നിന്ന് നോമ്പ് തുറന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ ഓരോന്നൊക്കെ കഴിച്ചു. ഓരോന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലേസ് പോലത്തെ സംഭവം വാങ്ങി കഴിച്ചു. അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫുള്ളായ പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉമ്മച്ചീനോട് വിളിച്ച് പറഞ്ഞിരുന്നു, അധികം സാധനങ്ങളൊന്നും ആക്കരുത്, കാരണം എല്ലാവർക്കും നോമ്പെടുത്ത് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഇതാ വീട്ടിലിറങ്ങി. അപ്പോഴേക്കും അത്യാവശ്യം ഇരുടൊക്കെ ആയിരുന്നു, കാണുന്നില്ല കേട്ടോ. അച്ചൂസ് ഞാനും അനുക്കി ഇറങ്ങി, പക്ഷെ അച്ചൂസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു നാണം പോലെ നിൽക്കുമായിരുന്നു കേട്ടോ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ. അപ്പം എൻ്റെ ഉമ്മച്ചി വേഗം വന്ന് അച്ചൂസിനെ എടുത്തു കൊണ്ടുപോവുകയാണേ. ഇതാണ് എൻ്റെ ഉമ്മച്ചി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മച്ചി നല്ലോണം ക്യാമറയിൽ പോസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് വരുന്ന തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ മക്കളും. പിന്നെ ഇതെൻ്റെ ഉമ്മച്ചീൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മച്ചീൻ്റെ ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, അതും നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ എത്തി. അച്ചുവിനെ കണ്ടിട്ട്, എൻ്റെ അനിയത്തീൻ്റെ മോനാണത്. അനിയത്തീൻ്റെ മോനും എൻ്റെ ഒരു കസിൻ്റെ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തീൻ്റെ മോനിക്കാണെങ്കിൽ അച്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും ക്രൈം പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഓനിങ്ങനെ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അവരൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞിരുന്നു. എല്ലാവരും നിസ്കരിക്കുകയൊക്കെയാണ്. അപ്പോൾ ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു ഉമ്മച്ചി. നമ്മൾ വന്നപാടെ എല്ലാം റെഡിയാക്കി വെക്കാണ്. നല്ല ഉന്നക്കായയും പിന്നെ പക്വടയായിരുന്നു കേട്ടോ ചായക്ക്. ഉന്നക്കായ ഞാൻ ഇപ്രാവശ്യം നോമ്പിന് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. പക്വട പിന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഉന്നക്കായ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ വത്തക്ക ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാരങ്ങ വെള്ളമാണ്. അതുണ്ടായിരുന്നില്ല അവിടെ, അതുകൊണ്ട് അധികമായിട്ട് ഞാൻ വെള്ളമൊന്നും കുടിച്ചില്ല കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ അതൊക്കെ ഓരോന്ന് കഴിച്ചു. നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോണ്ട് നമ്മളെ വീട്ടിൽ പോയിട്ട് എന്ത് കഴിച്ചാലും നമുക്കത് നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ പോവാറില്ല. നോമ്പ് തുടങ്ങിയതിൻ്റെ ശേഷം പ്രത്യേകിച്ച് പുരയിൽ നിന്ന് ഇറങ്ങാൻ വരെ തോന്നില്ല. പിന്നെ എങ്ങനെയാ പോവുക. അപ്പോൾ അങ്ങനെ എന്താ എല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി നടക്കുന്നുണ്ട് കേട്ടോ, ആരും പെടാതിരിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിലൊന്ന് പോയി നോക്കി എന്തൊക്കെയാണ് സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇറച്ചിക്കറിയുണ്ട്, പിന്നെ നൈസ് പത്തിരിയുണ്ട്, പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറെ ആരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇതുവരെ അത്രയും അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് എത്രയോ ഇഷ്ടം ഉമ്മച്ചി ഉണ്ടാക്കുന്ന സെയിം പോലെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. എനിക്ക് ആരുണ്ടാക്കിയാലും എനിക്ക് അത്രയും വരില്ല കേട്ടോ, ഉമ്മച്ചി ഉണ്ടാക്കുന്ന അത്രയും വരില്ല.
അപ്പോൾ അത് കഴിച്ചു. അനുക്കത് ആ പത്തിരിയും കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ്. പക്ഷെ ഞാൻ വേഗം ബിരിയാണിയിലേക്കാണ് നിന്നത്. പിന്നെ തരിയൊക്കെ കാച്ചിയതുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ എടുത്തിട്ടേ ഇല്ല. നമുക്ക് അതൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമല്ല, അനുവിനും വലിയ ഇഷ്ടമല്ല. അപ്പോഴാണ് എൻ്റെ ഉപ്പച്ചി വന്നത് കേട്ടോ. ഉപ്പച്ചി പള്ളിയിൽ നിന്ന് നോമ്പൊക്കെ തുറന്നിട്ട് അങ്ങനെയാണ് വരിക. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് വന്ന് നമ്മൾ കഴിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ വർത്താനം പറയും. ഇതെൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും പുറത്ത്, കുട്ടികൾ മൂന്നും പുറത്തുനിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പുറത്തിരിക്കുന്നു. ആരും അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വേഗം കഴിച്ചിട്ട് വന്നു. കാരണം അനുക്കാക്ക് പിറ്റേന്ന് ഓട്ടം ഉണ്ടായതുകൊണ്ട് വേഗം കഴിച്ചിട്ട് വന്നു. പിന്നെ ഉമ്മാൻ്റെ അടുത്തൊന്ന് പോകണമായിരുന്നു ഒരാവശ്യത്തിന്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് വേഗം പോയി നമ്മൾ തിരിച്ചു കേട്ടോ. തിരിച്ചു വരുമ്പോൾ അച്ചു ഒരു കിൻഡർ ജോയ് പോലത്തെ ഒരു സംഭവം വാങ്ങിയതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.